19-ാം നൂറ്റാണ്ടിന്റെ തുടക്കം. മധ്യ തിരുവിതാംകൂറിലെ കായംകുളത്തും പരിസര പ്രദേശങ്ങളിലും ആരും ഉറങ്ങാൻ കിടക്കുമ്പോൾ ധനികരുടെ വാതിലുകൾ വിറച്ചു. കാരണം അക്കാലത്ത് ഇരുട്ടിന്റെ മറവിൽ ഒരു കാവൽക്കാരനെപ്പോലെ സഞ്ചരിച്ചിരുന്ന ഒരേ ഒരാൾ കായംകുളം കൊച്ചുണ്ണി. അയാളൊരു സാധാരണ മോഷ്ടാവായിരുന്നില്ല. സ്വന്തം കഴിവിലും ശക്തിയിലും മാത്രം വിശ്വാസമർപ്പിച്ച, ദരിദ്രർക്കു വേണ്ടി നിലകൊണ്ട ഒരു വീരൻ. കൊച്ചുണ്ണി കാർത്തികപ്പള്ളി താലൂക്കിലെ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ദാരിദ്ര്യമറിഞ്ഞ കുട്ടിയായിരുന്നു അവൻ. അച്ഛന്റെ മരണത്തോടെ കുടുംബം പട്ടിണിയിലായി. കൊച്ചുണ്ണി പലചരക്ക് കടയിലെ ജോലിക്കാരനായി. എന്നാൽ സമൂഹത്തിലെ അനീതിയും പാവപ്പെട്ടവരോടുള്ള ക്രൂരതയും കണ്ടപ്പോൾ അവന്റെ മനസ്സിൽ ഒരു തീ ആളിക്കത്തി. കളരി അഭ്യാസത്തിൽ തനിക്കുള്ളായിരുന്ന അസാമാന്യ വൈദഗ്ധ്യം അവനെ ഒരു പോരാളിയാക്കി. അനീതി ചെയ്യുന്ന ധനികരെ മാത്രം ലക്ഷ്യമിട്ട് അവൻ മോഷണം തുടങ്ങി. മോഷ്ടിച്ചെടുത്ത സമ്പത്ത് അവൻ പാവപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് പട്ടിണി കിടക്കുന്നവർക്ക് രഹസ്യമായി എത്തിച്ചുകൊടുത്തു. അതോടെ അധികാരികളുടെ കണ്ണിൽ അവനൊരു കഠിനമായ കള്ളനായിരുന്നെങ്കിലും സാധാരണക്കാർക്ക് അവൻ റോബിൻഹുഡ് ആയി മാറി. ജനങ്ങൾക്ക് കൊച്ചുണ്ണി ദൈവത്തെപ്പോലെയായിരുന്നു, രാത്രിയുടെ മറവിൽ വരുന്ന രക്ഷകൻ. കൊച്ചുണ്ണിയുടെ സാഹസിക ജീവിതത്തിലെ പ്രധാന കൂട്ടുകാരനായിരുന്നു ഇത്തിക്കര പക്കി. കായംകുളവും ഇത്തിക്കരയും അന്ന് പ്രശസ്തരായിരുന്നു ഈ രണ്ട് കള്ളന്മാരുടെ പേരിലായിരുന്നു. എന്നാൽ കൊച്ചുണ്ണിയുടെ ധീരതയും പക്കിയുടെ കൗശലവും ഒരുമിച്ചപ്പോൾ അധികാരികൾക്ക് അവരെ പിടികൂടാൻ ഒരു വഴിയുമില്ലാതായി. ഇതിനിടയിലാണ് വാരണപ്പള്ളിയിലെ കാരണവരുമായിരുന്ന വെല്ലുവിളിയുടെ കഥ സംഭവിക്കുന്നത്. കായംകുളത്തെ പ്രശസ്തമായ ഈ തറവാട്ടിലെ കാരണവർ കൊച്ചുണ്ണിയുടെ ധൈര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞു. ഒരിക്കൽ സംഭാഷണത്തിനിടെ കാരണവർ കൊച്ചുണ്ണിയെ വെല്ലുവിളിച്ചു. "നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ മോഷണം നടത്തുക." കൊച്ചുണ്ണി ആ വെല്ലുവിളി ഏറ്റെടുത്തു. അന്ന് രാത്രി തിണ്ണയിൽ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ കൊച്ചുണ്ണി വാതിലിന്റെ സാക്ഷ എവിടെയാണെന്ന് മനസ്സിലാക്കി പുറത്ത് ചുണ്ണാമ്പുകൊണ്ട് അടയാളപ്പെടുത്തി. ആഴമായ ഉറക്കത്തിലായിരുന്ന കാരണവർ അറിഞ്ഞില്ല. അന്ന് രാത്രി അടയാളപ്പെടുത്തിയ ഭാഗം കൃത്യമായി തുറന്ന് കൊച്ചുണ്ണി അകത്തെത്തി. മോഷണം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം പിറ്റേന്ന് തന്നെ മോഷ്ടിച്ചതെല്ലാം തിരികെ നൽകി കൊച്ചുണ്ണി തന്റെ വാട്ടുപാലിച്ചുവെന്ന് കാരണവർക്ക് ബോധ്യപ്പെടുത്തി. ഇതായിരുന്നു കൊച്ചുണ്ണി, ചതിയും കായികബലവും ബുദ്ധിയും ഒരേപോലെ ഉപയോഗിച്ച വീരൻ. കൊച്ചുണ്ണിയുടെ പ്രവർത്തനങ്ങൾ അതിരുകടന്നപ്പോൾ അന്നത്തെ ദിവാൻ അവനെ എങ്ങനെയെങ്കിലും പിടികൂടാൻ ഉത്തരവിട്ടു. കൊച്ചുണ്ണിയെ നേരിട്ട് കീഴടക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അവിടെ അധികാരികൾ ആശ്രയിച്ചത് ചതിയെയാണ്. കാർത്തികപ്പള്ളി തഹസിൽദാർ കൊച്ചുണ്ണിയുടെ അടുത്ത കൂട്ടുകാരിൽ ഒരാളായ കൊച്ചുകുഞ്ഞുപിള്ളയെ സമീപിച്ചു. ജോലി നഷ്ടപ്പെടുമെന്ന ഭീഷണിയും പണവും കൊച്ചുകുഞ്ഞുപിള്ളയെ ചതിക്കാൻ പ്രേരിപ്പിച്ചു. കൊച്ചുകുഞ്ഞുപിള്ള തന്റെ വാഴപ്പള്ളി വേടിഞ്ഞയ്ക്ക് വാഴപ്പള്ളിയിലേക്ക് കൊച്ചുണ്ണിയെ ക്ഷണിച്ചു. അവിടെ വലിയ സൽക്കാരമൊരുക്കി. ആഹാരത്തിൽ രഹസ്യമായി മയക്കുമരുന്ന് കലർത്തി. പൂർണ്ണമായും വിശ്വസിച്ച കൊച്ചുണ്ണി ആഹാരം കഴിച്ചു. ക്ഷണത്തിൽ മയക്കത്തിലായി. ആ മയക്കത്തിൽ കൊച്ചുകുഞ്ഞുപിള്ളയും മറ്റ് സഹായികളും ചേർന്ന് കൊച്ചുണ്ണിയെ കട്ടിലോട് ചേർത്ത് കെട്ടിയിട്ടു. കെട്ടുകൾ മുറുകാൻ തുടങ്ങിയപ്പോൾ കൊച്ചുണ്ണിക്ക് ബോധം വന്നു. തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് തന്നെ ചതിച്ചതെന്ന് കണ്ടപ്പോൾ അവന്റെ ഹൃദയം തകർന്നു. "കൊച്ചുകുഞ്ഞുപിള്ളേ, നീയാണോ എന്നെ ചതിച്ചത്?" ആ ചോദ്യം ഒരു ഇതിഹാസത്തിന്റെ പതനമായിരുന്നു. പിന്നീട് കൊച്ചുണ്ണിയെ ജലമാർഗം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കനത്ത കാവലിൽ കൊച്ചുണ്ണി തടവിലായി. 91 ദിവസത്തെ വിചാരണകൾക്കും ചോദ്യം ചെയ്യലുകൾക്കുമിടയിൽ 1859 തന്റെ 41-ാം വയസ്സിൽ കൊച്ചുണ്ണി ജയിലിൽ വെച്ചു മരണപ്പെട്ടു. ഇന്നും അദ്ദേഹത്തിന്റെ കബറിടം തിരുവനന്തപുരം പേട്ട ജുമ്മാ മസ്ജിദിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിഹാസമായ ഒരു മനുഷ്യന്റെ ജീവിതം അവിടെ അവസാനിച്ചു. എങ്കിലും വീരനായ കായംകുളം കൊച്ചുണ്ണിയുടെ കഥകൾ തലമുറകളായി കേരളത്തിന്റെ മനസ്സിൽ ജീവിക്കുന്നു.